നമസ്കാരം. ഈ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് കേരളത്തിലെ വിജിലൻസ് വിഭാഗം വ്യാപകമായി റെയ്ഡുകളും പരിശോധനകളും നടത്തുന്നുണ്ട്. നിരവധി ഉദ്യോഗസ്ഥരാണ് കൈക്കൂലി വാങ്ങിയതിന് തെളിവുകൾ സഹിതം വിജിലൻസിന്റെ പിടിയിലായത്. അതിനിടയ്ക്ക് വിജിലൻസ് കേസിൽ കൃത്യമായി കോടതി ഇടപെട്ട് ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്തു. വളരെ ഊർജ്ജസ്വലരായി, ജാഗ്രതയോടെ, ജാഗരൂകരായി വിജിലൻസിന്റെ ഓരോ യൂണിറ്റും പ്രവർത്തിക്കുകയാണ്. സർക്കാരിൽ നിന്ന് വലിയ ശമ്പളം വാങ്ങിയിട്ട് ചെറിയ കാര്യങ്ങൾക്ക് ഒരാൾ 10 ലക്ഷം രൂപയോ മറ്റേ ഒരു പഞ്ചായത്ത് ഓവർസിയറോ മറ്റാണെന്ന് തോന്നുന്നു, 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ മറ്റാണ് കൈക്കൂലി വാങ്ങാനായിട്ട് തുടങ്ങിയത്. ആലോചിച്ച് നോക്കൂ, 15 ലക്ഷം രൂപയൊക്കെ കൈക്കൂലി വാങ്ങുന്ന ഒരു കെട്ടിടത്തിന് അനുമതി കൊടുക്കുന്നതിനാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ കൈക്കൂലിക്കാരുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് മോട്ടോർ വാഹന വകുപ്പ് എന്ന് പരാതിയുണ്ട്. പൊതുവെ പറയപ്പെടുന്നു, വണ്ടിയുടെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ തന്നെ പല ഉദ്യോഗസ്ഥരും ധാരാളം കൈക്കൂലി വാങ്ങുന്നു എന്ന പരാതി പലപ്പോഴായി കാലങ്ങളായി ഉയരുന്നുണ്ട്. KV ഗണേഷ് കുമാർ വന്നപ്പോൾ കുറച്ചൊക്കെ ഒതുക്കമുണ്ട് എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ നിന്ന് ഒരു മാസം മുമ്പ് 2600 രൂപ കൈക്കൂലി വാങ്ങുന്നതിന് ഇടയിൽ പിടിയിലായ ഒരു ഉദ്യോഗസ്ഥനാണ്, MBA ആണ്, KG ബിജു. ഇയാളെ കഴിഞ്ഞ ദിവസം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ കുറെ ഡ്രൈവിംഗ് സ്കൂളുകാരും ഒക്കെ തന്നെ സ്വീകരിക്കാനെത്തി. പൂമാലയിട്ടും ഷാൾ അണിയിച്ചും ഒക്കെ സ്വീകരിച്ചു. കൈക്കൂലി കള്ളക്കേസിൽ കുടുക്കിയായിരുന്നു എന്നൊക്കെയാണ് പരാതിയായി പറയുന്നത്. ഇയാൾ പുറത്തിറങ്ങിയത് വലിയ ആഘോഷമാക്കി മാറ്റി. ഇതിനു മുൻപ് CPMന്റെ കുറെ ആളുകളും ഗുണ്ടകളും ഒക്കെ പുറത്തിറങ്ങുമ്പോൾ CPMകാർ വന്ന് മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് ഇയാളുടെ വീട്ടിലെത്തി വീട്ടിൽ തുക കൈമാറുന്നതിന് ഇടയിലാണ് ഇയാളെ വിജിലൻസ് പിടികൂടിയത്. കൃത്യമായ തെളിവുകൾ സഹിതമാണ് പിടികൂടിയത്. അപ്പം ഇയാളെ ഈ സ്വീകരിച്ച് ആനയിക്കുന്നത് എന്തിനാണ്, എന്താണ് ഇതിന് പിന്നിലെ ചേതോ വികാരം എന്നുള്ള ഒരു പൊതു സംശയം നമുക്ക് തോന്നുന്നു. കഴിഞ്ഞ 6 വർഷമായി വിജിലൻസിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു ഈ KG ബിജു. അറസ്റ്റിലായ സമയത്ത് തന്നെ ബിജുവിനെ ഉദ്യോഗസ്ഥ പകയുടെ പേരിൽ കുടുക്കിയതാണ് എന്ന് ആരോപണമുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്നടക്കം ബസ്സിലെത്തിയ ആളുകൾ പ്രതിയെ സ്വീകരിക്കാനായിട്ടാണ് ജയിലിന് മുന്നിലൊക്കെ കാത്ത് നിന്നത്. അതുപോലെ ചില പ്രത്യേകമായ ഡ്രൈവിംഗ് സ്കൂളുകാർ, അവർക്ക് ഗുണകരമാകുന്ന രീതിയിലൊക്കെ തന്നെ കാലങ്ങളായി ഇയാൾ പെരുമാറുകയാണ്. അതുകൊണ്ടാണ് ഓടിയെത്തിയത് എന്ന് പറയുന്നു. എന്തൊക്കെയായാലും ഇതിനകത്ത് ഒരു നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഇപ്പം എന്ത് കാര്യത്തിലായാലും വെറുതെ, നമുക്കറിയാം, ഒരു തെളിവുമില്ലാതെയൊന്നും ഒരാൾ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ ഒരു കേസല്ല വിജിലൻസിന്റെ കേസുകൾ. കൃത്യമായി അവർ അവരുടെ പരിശോധനകൾ, നിരീക്ഷണങ്ങൾ കൃത്യമായ ഏകോപനത്തോടുകൂടി തെളിവും തൊണ്ടിയും സഹിതമാണ് വിജിലൻസിന്റെ ഓപ്പറേഷനുകൾ നടക്കുന്നത്. അതീവ രഹസ്യ ഓപ്പറേഷനുകളാണ്. അത് ഒരാൾ വിജിലൻസിലെ പരാതി അറിയിക്കുന്നത് മുതൽ അതിന്റെ ഓപ്പറേഷൻസും സംഭവങ്ങളും തുടങ്ങും. അതിനെ കൃത്യമായി എത്തി വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ, പുരുഷന്മാരും സ്ത്രീകളും അടക്കം ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലായി എത്തി നിരീക്ഷിക്കുന്നു. ഈ KG ബിജുവിനെ 6 വർഷമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാൾ പലപ്പോഴും പലരുടെ കയ്യിൽ നിന്നും 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ കൈക്കൂലി വാങ്ങി എന്നുള്ള പരാതിയും ആരോപണവും ഒക്കെ ഉയർന്നിരുന്നു. അങ്ങനെ ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയതും ഇയാൾക്കെതിരെ കേസെടുത്തതും. ഇപ്പം കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നാളെ എന്താണ് നടക്കുന്നത്? പാവപ്പെട്ട ഏതൊരു വ്യക്തിക്കും ഒരു സർക്കാർ സഹായം വേണം എന്നുണ്ടെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ? സംശയങ്ങളാണ്, ചോദ്യങ്ങളാണ്. വിജിലൻസ് എന്ന വിഭാഗം വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം പലപ്പോഴും കൈക്കൂലി വാങ്ങുന്നത് നിർത്തിയ ആളുകൾ ഉണ്ട്. കൈക്കൂലി വാങ്ങുന്നത് തീർച്ചയായിട്ടും അക്ഷന്തവ്യമായ തെറ്റാണ്, കുറ്റകരമായ കാര്യമാണ്, ക്രിമിനൽ ഒഫൻസ് ആണ്. സർക്കാർ ശമ്പളം കൃത്യമായി കിട്ടുന്നു, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നു. അതിനിടയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനത്തിനായിട്ട്, ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട സേവനത്തിനായിട്ട് 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും ആവശ്യപ്പെടുന്ന ഏതൊരു ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കണം. KG ബിജുവിനെ സ്വീകരിക്കാൻ എത്തിയവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പരമപുച്ഛൻ മാത്രം. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ നിങ്ങളൊക്കെ തന്നെയാണ് ഈ ഏജന്റുമാരും അതുപോലെ തന്നെ, കാരണം അവർക്കും അതിന്റെ വിഹിതം കിട്ടും. ഡ്രൈവിംഗ് സ്കൂളുകാരും ഒക്കെ ചേർന്നാണ് ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്, അവർക്ക് വേണ്ട ചുവപ്പ് പരവതാനി വിരിക്കുന്നത്. ഇപ്പോൾ 1000 രൂപ ഒരാൾ കൈക്കൂലി കൊടുത്താൽ അതിന്റെ വിഹിതമുണ്ട് MVDയിൽ എന്നാണ് പറയുന്നത്. ഇത്ര രൂപ ഉദ്യോഗസ്ഥർക്ക്, ഇത്ര രൂപ ഏജന്റിന്, ഇത്ര രൂപ മറ്റ് ചെറിയ ഏജന്റുമാർക്ക്, ഡ്രൈവിംഗ് സ്കൂളുകാർക്ക്, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നിരവധി കേസുകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി വിജിലൻസ് എല്ലാ വിഷയത്തിലും ഇടപെടുന്നുണ്ട്. അവരുടെ സർവ്വസന്നാഹങ്ങളുമായി ആ ഡിപ്പാർട്ട്മെന്റ് മുമ്പോട്ട് പോവുകയാണ്. ഒരു തരത്തിലും ഒരു കൈക്കൂലിക്കാരനെയും ഈ നാട്ടിൽ വച്ചു പൊറപ്പിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പോകുന്നത്. അവരുടെ മനോവീര്യം തകർക്കരുത്, അവരുടെ ജോലിയിൽ അവർ
അവർക്ക് ജോലി ചെയ്യാനുള്ള അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്. അവർ വെറുതെ ആരെയും പിടിക്കില്ല. താൻ കൈക്കൂലിക്കാരനാണോ ഇനി വാ എന്ന് പറഞ്ഞൊന്നും കേസെടുക്കുക പിടിക്കുകയൊന്നുമില്ല. കൃത്യമായ തെളിവുകൾ സഹിതം പ്ലാൻ ചെയ്താണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരം അനുഭവങ്ങളോ ദുരനുഭവങ്ങളോ ഉണ്ടെങ്കിൽ 1064 1064 എന്ന വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കൃത്യമായി പരാതി അറിയിക്കേണ്ടതാണ്. വിജിലൻസ് വിഭാഗം കൃത്യമായി ഈ വിഷയങ്ങളിൽ, ഇത്തരം കൈക്കൂലി വിഷയങ്ങളിൽ, ജനവിരുദ്ധ നയങ്ങളിൽ ശക്തമായി തന്നെ ഇടപെടുകയും ചെയ്യും, നടപടിയാക്കുകയും